മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയെ കോടനാട് അഭയാരണ്യത്തിലെ ആനക്കളരിയിലെത്തിച്ചു. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള RRT സംഘമാണ് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടിയത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ആനയെ പ്രത്യേകം സജ്ജീകരിച്ച കൂട്ടിനുള്ളിലാക്കി. അതിരപ്പള്ളിയിൽ നിന്ന് പിടികൂടിയ പരിക്കേറ്റ കൊമ്പനെ കോടനാട് അഭയാരണ്യത്തിലെ ആനക്കളരിയിലെത്തിച്ചു. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള RRT സംഘമാണ് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടിയത്. പിന്നീട് കുങ്കി ആനകളുടെ സഹായത്തോടെ എലിഫന്റ് ആംബുലൻസിൽ കയറ്റിയ ആനയെ കോടനാട് ആനക്കളരിയിൽ പ്രത്യേക സജ്ജമാക്കിയ കൂട്ടിലാക്കി. വാഴച്ചാൽ DFO R ലക്ഷ്മിയും ഏകദേശം 5 മണിക്കൂർ നീണ്ട ഈ ദൗത്യത്തിന് നേതൃത്വം നൽകി. നിരീക്ഷണം ഉണ്ടായിരുന്നു. അന്ന് ആ മുറിവ് കുറച്ച് ഇതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ന്യൂസും നമ്മുടെ സ്റ്റാഫുകൾ പറഞ്ഞനുസരിച്ചിട്ട് ഒരാഴ്ചത്തോളം 3 ഡോക്ടേഴ്സിൻ്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു. ആനയുടെ ഹെൽത്ത് കണ്ടീഷനിൽ മുറിവിൽ നിന്ന് ഈ മാറ്റേഴ്സിനായിട്ടൊക്കെ കണ്ടെങ്കിലും ആന ഫീഡിങ്ങും അതിൻ്റെ വെള്ളം എടുക്കുന്നതും ഭക്ഷണം എടുക്കുന്നതും അതിൻ്റെ ഡെയിലി റുട്ടീൻ അത് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരോഗ്യസ്ഥിതി അത്രയങ്ങ് അവശ നിലയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു ക്ഷീണം അനുഭവപ്പെട്ടായിരുന്നു ഈ ഒരു 2-3 ദിവസമായിട്ട്. മയക്കുവെടിയേറ്റ കൊമ്പൻ ഇപ്പോൾ പ്രത്യേകം സജ്ജമാക്കിയ കൂട്ടിലാണ്. മസ്തകത്തിലുണ്ടായ മുറിവ് വൃത്തിയാക്കി പ്രാഥമിക ചികിത്സ നൽകി. വരും ദിവസങ്ങളിൽ ഡോക്ടർമാരുടെ സംഘം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആനയുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ആനയെ കൂട്ടിലെത്തിച്ചത് കാണുവാൻ ധാരാളം പേർ അഭയാരണ്യത്തിൽ എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.